ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളാണ് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിസം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു മാഗ്നറ്റ് എന്താണ്, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, മാഗ്നറ്റ്. എ സബ്സ്റ്റൻസ് ദാറ്റ് അട്രാക്ട് ദ അയൺ പീസസ് ആൻഡ് പീസസ് ഓഫ് സം അതർ മെറ്റൽ ഈസ് കോൾഡ് മാഗ്നറ്റ്. എ മാഗ്നറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു പെർമനൻറ്റ് മാഗ്നറ്റ് ആൻഡ് ടെമ്പററി മാഗ്നറ്റ്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മാഗ്നറ്റ് എന്താണ്? ഇറ്റ്സ് എ സബ്സ്റ്റൻസ്. ഓക്കെ, അതിനെന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ് ക്യാൻ അട്രാക്ട് അയൺ പീസസ് ഓർ എനി അതർ മെറ്റൽസ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ മാഗ്നറ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റിനെ പ്രധാനമായിട്ടും പെർമനൻറ്റ് മാഗ്നറ്റ് അതുപോലെ ടെമ്പററി മാഗ്നറ്റ് എന്ന് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് പെർമനൻറ്റ് മാഗ്നറ്റ്? ദിസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കൊബാൾട്ട്, സ്റ്റീൽ ഓർ ടങ്സ്റ്റൺ സ്റ്റീൽ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, എനർജി മീറ്റേഴ്സ്, ലൗഡ് സ്പീക്കേഴ്സ് ആൻഡ് മൈക്രോഫോൺസ് എക്സെട്ര. അപ്പോൾ മാഗ്നറ്റ് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അതിൽ പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ കൊബാൾട്ട് കൊണ്ട്, അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ട്, ഓർ ടങ്സ്റ്റൺ സ്റ്റീൽ കൊണ്ട്, അങ്ങനെയുള്ള സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്, അല്ലെങ്കിൽ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കും പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ, അതുപോലെ എനർജി മീറ്റേഴ്സിൽ, ലൗഡ് സ്പീക്കേഴ്സ്, മൈക്രോഫോൺ തുടങ്ങിയിട്ടുള്ള ഡിവൈസിൽ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ടെമ്പററി മാഗ്നറ്റ്? ടെമ്പററി മാഗ്നറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് കൂടി വിളിക്കാം. സോ ദ മെറ്റീരിയൽ യൂസ്ഡ് ഹിയർ ഈസ് സോഫ്റ്റ് അയൺ ഓർ സിലിക്കൺ സ്റ്റീൽ. സോഫ്റ്റ് അയൺ പീസായിട്ടാണ് നോർമലി നമ്മൾ ടെമ്പററി മാഗ്നറ്റ്സ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പം ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, ഒരു മാഗ്നറ്റിസം ടെമ്പററി ആയിട്ട് കാണിക്കുന്നത്. അതായത് ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു സോളിനോയിഡൊക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സപ്പോസ് ഇറ്റ് ടു ബി എ സിലിക്കൺ സ്റ്റീൽ ഓർ സോഫ്റ്റ് അയൺ പീസ്, അതിന് നമുക്ക് ഒരു മാഗ്നറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വിത്ത് എ കോയിൽ. അപ്പോൾ ഇതിന് അകത്ത് നമ്മളൊരു കോർ മെറ്റീരിയലായിട്ട് ഇതുപോലെ സോഫ്റ്റ് അയണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെയുള്ള മെറ്റീരിയലോ വെക്കുകയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനിടയ്ക്ക് ഇതിനൊരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. സോ അങ്ങനെ ആ ഒരു കറൻറ്റ് എത്രത്തോളം സമയം എക്സിസ്റ്റ് ചെയ്യുന്നോ, അത്രയും നമ്മൾ അപ്ലൈ ചെയ്യുന്നോ, അത്രയും ടൈം അതെന്തായിട്ട് മാറുന്നു? ഒരു മാഗ്നറ്റായിട്ട് മാറുന്നു. നമ്മൾ ആ കറൻറ്റ് അതൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ, ഓക്കെ, അത് റിമൂവ് ചെയ്ത് കഴിയുകയാണെങ്കിൽ, കറൻറ്റ് നമ്മൾ എപ്പോഴാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ തൊട്ട് അതിൻ്റെ മാഗ്നറ്റിസം, ആ ഒരു പ്രോപ്പർട്ടി ഇല്ലാതാവുന്നു. ഇങ്ങനെയുള്ള മാഗ്നറ്റിനെ നമ്മൾ ടെമ്പററി മാഗ്നറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസായ മോട്ടേഴ്സിലും ജനറേറ്റേഴ്സിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഈ ടൈപ്പ് ഓഫ് മാഗ്നറ്റ്സ് ആണ്. ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. നമ്മൾ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പഠിച്ചതുപോലെ തന്നെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരുന്നത്. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു മാഗ്നറ്റാണ്, ഹാവിങ് പോൾ നോർത്ത് ആൻഡ് സൗത്ത്. നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള ഒരു മാഗ്നറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തായാലും എന്തുണ്ട്? ഒരു ഇമാജിനറി മാഗ്നറ്റിക് ലൈൻസ് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇങ്ങനെ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസിനെയാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ദ മാഗ്നറ്റിക് ഇമാജിനറി മാഗ്നറ്റിക് ലൈൻസ് വിച്ച് ട്രാവൽ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആൻഡ് സൗത്ത് പോൾ ടു നോർത്ത് പോൾ ഇൻസൈഡ് ദ മാഗ്നറ്റ്. മാഗ്നറ്റിനകത്ത് അതിൻ്റെ ഡയറക്ഷൻ സൗത്ത് നിന്ന് നോർത്ത് പോളിലേക്കും, മാഗ്നറ്റിൻ്റെ പുറത്ത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കും ആയിരിക്കും മാഗ്നറ്റിൻ്റെ ഡയറക്ഷൻ വരുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. Okay, now what is magnetic field? The region around which the magnetic lines of force acts is called magnetic field. ഇപ്പോൾ ഈ ഒരു മാഗ്നറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഒരു ഏരിയ, എത്രത്തോളം ഏരിയയിലാണ് ഇതിൻ്റെ ആ മാഗ്നറ്റിസം പ്രോപ്പർട്ടി കാണിക്കുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റീജിയൻ അറൗണ്ട് വിച്ച് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആക്ട്സ്. എത്രത്തോളം ഏരിയയിലാണ് ആ ഒരു മാഗ്നറ്റിന് ചുറ്റും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. നൗ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് പഠിച്ച സമയത്ത്. അതുപോലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനും ഹാവിങ് സെവറൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് വൺ, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ഡയറക്റ്റഡ് ഫ്രം നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് എ മാഗ്നറ്റ്. എപ്പോഴും നമ്മൾ പറയുന്നത് മാഗ്നറ്റിൻ്റെ നോർത്ത് ടു സൗത്ത്, അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതൊരു ക്ലോസ്ഡ് പാത്താണ്, ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ദെൻ ഡയറക്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ നോർത്ത് പോൾ ഓഫ് എ സ്മോൾ മാഗ്നറ്റ് ഹെൽഡ് ഇൻ ദ ഫീൽഡ്. Now, magnetic lines of force are continuous. They are continuous force lines, and magnetic lines of force enter or leave a magnetic surface at right angles. അത് എൻ്റർ ചെയ്യുന്നതും ഒരു സർഫസ് എടുക്കുകയാണെങ്കിൽ
മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലീവ് ചെയ്യുന്നത് ഒരു മാഗ്നറ്റിക് സർഫസ് നിന്ന് ലീവ് ചെയ്യുന്നത് ഏത് ആംഗിളിലായിരിക്കും? റൈറ്റ് ആംഗിളിലായിരിക്കും. ദാറ്റ് മീൻസ് നമുക്ക് മാക്സിമം ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് കിട്ടുന്നത് എന്താണ്? റൈറ്റ് ആംഗിളിലാവുന്ന സമയത്താണ്. ഓക്കെ, ഫോർ സപ്പോസ് നമ്മളൊരു ഏരിയ എടുക്കുകയാണെങ്കിൽ ഇത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ഒരു സർഫസ് വെക്കുകയാണെങ്കിൽ വെൻ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ എന്താണ്? റൈറ്റ് ആംഗിളിലാണെങ്കിൽ ഇവിടെ എന്ത് ഉണ്ടായിരിക്കും? ഇതിൽ ഒരു മാക്സിമം മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു? മാക്സിമം ഫീൽഡ് സ്ട്രെങ്ത്ത് കിട്ടും. പക്ഷേ ഇത് പാരലലാണെങ്കിലോ, ഇതിനോട് പാരലലാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ലൈൻസും കട്ട് ചെയ്യുന്നില്ല. എന്തിനാ? ഈ ഒരു സർഫസിനെ കട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മളൊരു സർഫസ് എ എന്നുള്ളൊരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ആ എ എന്നുള്ള സർഫസ് നമ്മളൊരു മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ, അതായത് 90 ഡിഗ്രി ആംഗിൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആവുന്ന സമയത്താണ് മാക്സിമം ലൈൻസിനെ ആ ഒരു സർഫസ് കട്ട് ചെയ്യുന്നത്. അല്ലാത്ത കേസിൽ എന്താ സംഭവിക്കുക? പാരലലാണെങ്കിൽ അല്ലെങ്കിൽ 180 ഡിഗ്രി 0 ഡിഗ്രി ആണെങ്കിൽ അവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഒരു സർഫസിനെ കട്ട് ചെയ്യുന്നില്ല. അത് 0 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ഫോഴ്സ് F=BIL sin θ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ മുന്നേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, BIL sin θ, അതായത് ഇവിടെ ആ ഒരു ഫീൽഡിനകത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത്ത് ആൻഡ് കറൻറ്റിന് എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംഗിൾ sin θ. ഓക്കെ, നൗ then the magnetic lines of force cannot cross each other. അത് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ത് ചെയ്യുന്നില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ആൻഡ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ടെൻഡ് ടു റിപ്പൽ ഈച്ച് അതർ. നമുക്കറിയാം നോർത്ത് പോളും വെക്കുകയാണെങ്കിൽ അവിടെ എന്ത് ഫോഴ്സാണ് ഉണ്ടാവുന്നത്? റിപ്പൽ. അത് റിപ്പലിങ് ഈച്ച് അതറാണ്. ബട്ട് നോർത്ത് പോളും സൗത്ത് പോളും ആണെങ്കിലാണ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടെൻഡ് ടു ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ഓക്കെ, നൗ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓക്യുപ്പൈ 3-dimensional സ്പേസ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി. അതായത് എപ്പോഴും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പറഞ്ഞതുപോലെ തന്നെ ഇൻഫിനിറ്റി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡയറക്ഷൻ വരയ്ക്കാനായിട്ട് പറ്റും. എത്രത്തോളം പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ബട്ട് എപ്പോഴും എന്താണ്? ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെങ്കിലും മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ആ ട്രാവലിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം? ഷോർട്ടായിരിക്കണം. അത്ര ഏരിയയിലാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കോൾഡ് മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലായി. അതായത് ഒരു മാഗ്നറ്റിൻ്റെ ചുറ്റുമുള്ള ഏരിയ, അത്രയും ഏരിയയിൽ എന്തുണ്ടായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണപ്പെടും അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയ, ആ ഒരു റീജിയൻ അല്ലെങ്കിൽ മാഗ്നറ്റിസം കാണപ്പെടുന്ന ഒരു മാഗ്നറ്റിന് ചുറ്റുമുള്ള ഏരിയയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മാഗ്നറ്റിക് അല്ലെങ്കിൽ നമ്പർ ഓഫ് ദ ലൈൻസ് ഓഫ് ഫോഴ്സ്. എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു, ആ റീജിയനിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ എന്ത് പറയുന്നു? ഫ്ലക്സ് എന്ന് പറയും. ഈ ഫ്ലക്സിന് നമുക്ക് അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഒരു കൂട്ടം മാഗ്നറ്റിക് ലൈൻസിനെയാണ് എന്ത് പറയുന്നത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലക്സിന് ഫൈ എന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് B ആണ്, നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ. ഇനി വാട്ട് ഈസ് ഇറ്റ്? ദ മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഈസ് കോൾഡ് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതായത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സുള്ള റീജിയനാണ് എന്ത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു. ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡിൽ എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി? നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ യൂണിറ്റ് ക്രോസ് സെക്ഷനിൽ എത്രത്തോളം ഫ്ലക്സ് ഉണ്ട്, അതിനാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഫ്ലക്സ് പെർ ഏരിയ, ഒരു പെർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്ര ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഫ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെയാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? B ആണ്. സോ ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബറാണ്. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഫ്ലക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് 5 എന്നുള്ള ലെറ്ററിലും യൂണിറ്റ് വെബേഴ്സും ആണ്. ഇനി B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്, ദാറ്റ് ഈസ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ. അപ്പോൾ എങ്ങനെയാണ് വരിക ഇക്വേഷൻ? ദാറ്റ് ഈസ് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ 5/ഏരിയ. അപ്പം വെബർ പെർ മീറ്റർ സ്ക്വയർ. ഏരിയൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്. സോ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്?
meter square, Weber per meter square. The next term is magnetomotive force. It is the driving force required to drive the magnetic flux through a magnetic circuit. So magnetic circuit എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്താണ്. ഓക്കെ, അപ്പോൾ ആ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഉണ്ടായിരിക്കും, അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായിരിക്കും. സോ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അനലോഗസ് ടു EMF ആണ്, ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ്. നമ്മൾ പറഞ്ഞിട്ടുള്ള വോൾട്ടേജ് തന്നെ, നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഒരു വോൾട്ടേജിൻ്റെ കേസ് പറയാറുണ്ടല്ലോ, ഒരു ഫോഴ്സ് സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സം ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, EMF ഓർ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതേ ടേം തന്നെയാണ് മാഗ്നറ്റിസത്തിലേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നതേ ഉള്ളൂ, MMF ആയിട്ട് മാറും. അപ്പോൾ ടേംസ് ശ്രദ്ധിക്കുക. മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു സർക്യൂട്ടിൽ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്ലക്സ് ആണ്. ആ ഫ്ലക്സ് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ട നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MMF is equal to N into I. N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് I ഈസ് ദ കറൻറ്റ്. ഓക്കെ, ഇത് വിശദമായിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഞാൻ എന്തായാലും അടുത്ത സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഹിയർ N എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ആണ്, I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റാണ്. അപ്പം യൂണിറ്റ് എന്താ വരിക, ആംബിയർ ടേൺസ്. ഓക്കെ, ആംബിയർ കറൻറ്റിൻ്റെ യൂണിറ്റാണ്. ഇനി നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോയിൽ എടുക്കുകയാണ്. ഒരു കോയിൽ എടുക്കുക മീൻസ് എന്താണ്, ഒരു കമ്പിച്ചുരുൾ, സോളിനോയിഡ് എന്നൊക്കെ പറയും. അതിലെത്ര ടേൺസ് ഉണ്ട്, ഇതുപോലത്തെ എത്ര ചുറ്റുകളുണ്ട് എന്നുള്ളതിനെയാണ് നമ്മൾ പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് നമ്പർ ഓഫ് ടേൺസ്, എത്ര എണ്ണം ചുറ്റുകളുണ്ട്, അതാണ് ആംബിയർ ടേൺസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടേം ഇസ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. മാഗ്നറ്റിക് ഫീൽഡ് അറിയാം, ഇനി എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ H ആണ്. So, it is given by the force experienced by unit north pole placed at that point. It is denoted by H. നമ്മൾ കഴിഞ്ഞ കേസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു യൂണിറ്റ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്ന, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന, കുളംസ് ലോ ഒക്കെ പഠിച്ചു. അതുപോലെ മാഗ്നറ്റിസത്തിലുമുണ്ട് ഈ കുളംസ് ലോയും. ഈ മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് വരുന്നത്. അപ്പോൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ H ആണ്. എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ഫോഴ്സ്. ഒരു യൂണിറ്റ് നോർത്ത് പോൾ വെക്കുകയാണെങ്കിൽ, ഒരു യൂണിറ്റ് നോർത്ത് പോൾ ഒരു പോയിന്റിൽ വെക്കുകയാണെങ്കിൽ, ഒരു യൂണിറ്റ് നോർത്ത് പോൾ ഒരു പോയിന്റിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ എത്ര ഫോഴ്സ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് റിലേറ്റഡ് ടു F ആൻഡ് Phi അല്ലേ, അതായത് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് Phi എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫ്ലക്സ് ഇൻ വെബറാണ്, F എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ് ഇൻ ന്യൂട്ടൺ, ആൻഡ് H ഈസ് ദ ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ ഇത് മൂന്നും കൂടി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. H ഈസ് ഈക്വൽ ടു F ബൈ Phi, ദാറ്റ് ഈസ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ ഡിവൈഡഡ് ബൈ ഫ്ലക്സ്. ഓക്കെ, സോ ദെൻ ഇക്വേഷൻ യൂണിറ്റ് വരുന്ന എന്താണ്, ന്യൂട്ടൺ പെർ വെബർ. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ആൻഡ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്താണ്, വെബറാണ്. സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കണം. ഇനി എന്താണ് ഫോഴ്സ്, ഇവിടെ ഫോഴ്സിന് ഇക്വേഷൻ ഉണ്ട്. ഫോഴ്സ് F ഈസ് ഈക്വൽ ടു, ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് B ഡിവൈഡഡ് ബൈ μ0 μr ആണ്. ഓക്കെ, അപ്പം B എന്ന് പറയുന്നത് എന്താ, മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻറ്റൻസിറ്റിയാണ് അല്ലെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ് B എന്ന് പറയുന്നത്. നമുക്കറിയാം ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ നേരത്തെ നോക്കിയതാണ്. ദെൻ ഡിവൈഡഡ് ബൈ μ0 μr, അതായത് പെർമിയബിലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. പെർമിയബിലിറ്റി μ0 ആൻഡ് μr, ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. സോ അത് നമ്മൾ ഇക്വേഷനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം H ഈസ് ഈക്വൽ ടു F ബൈ Phi ആണ്. സോ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, B ബൈ μ0 ഇൻറ്റു μr ഹോൾ ഡിവൈഡഡ് ബൈ ഒരു മീൻസ് മൊത്തം ഇക്വേഷൻ നമ്മൾ എന്തായിട്ട് മാറുന്നു, H ഈസ് ഈക്വൽ ടു B ബൈ μ0 μr നമുക്ക് കിട്ടും. അങ്ങനെ മാറ്റി എഴുതാനായിട്ട് പറ്റും കേട്ടോ. നെക്സ്റ്റ് പെർമിയബിലിറ്റി, ഇതൊരു അനദർ ഇമ്പോർട്ടൻറ്റ് ടേം ആണ്. സോ പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ മീൻസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഫോർ ഫ്ലക്സ്. എന്താണ്, പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ മീൻസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഫോർ ഫ്ലക്സ്. ദ ഗ്രേറ്റർ ദ
പെർമിറ്റിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ദെൻ ദ ഗ്രേറ്റർ ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് എത്രത്തോളം കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി ഉണ്ട്, എത്രത്തോളം കറൻറ്റ് കടത്തിവിടാനുള്ള കഴിവുണ്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടേമാണ് എന്ത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ പെർമിറ്റിവിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു, അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി, അതുപോലെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് സർക്യൂട്ട് എടുത്തപ്പോൾ. അതുപോലെയാണ് മാഗ്നറ്റിക് സർക്യൂട്ടിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് മീൻസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഫോർ ഫ്ലക്സ്. ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന് എത്രത്തോളം ഫ്ലക്സിനെ കടത്തിവിടാൻ പറ്റുന്നോ അതിനെയാണ് എന്ത് പറയുന്നത്, പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ്. സോ മ്യൂ ഈസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ എച്ച് ആണ് ഇക്വേഷൻ. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആൻഡ് എച്ച് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. ഓക്കെ, അത് നമുക്കറിയാം. അപ്പം ഇതുപോലെ നമുക്കറിയാം ഏതൊരു മെറ്റീരിയൽ, ഇപ്പം നമ്മളൊരു കോയിൽ എടുക്കുകയാണ്, ആ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു കമ്പിച്ചുരുൾ എടുക്കുകയാണെങ്കിൽ അതിനെ വെറുതെ ചുറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത്, കോർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഈ കമ്പിച്ചുരുൾ ചുറ്റുന്നത്, ഏതിലെങ്കിലും മെറ്റീരിയലിലാണോ ചുറ്റുന്നത്, അതിനെയാണ് കോർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോറായിട്ട് നമ്മൾ എയറാണ് യൂസ് ചെയ്യുന്നത്. അതായത് കോറായിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ എയറിൻ്റെ പെർമിയബിലിറ്റി എന്തായിരിക്കും, വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെർമിയബിലിറ്റി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കണ്ടക്ടിവിറ്റി, ഇൻ കേസ് ഓഫ് മാഗ്നറ്റിസം കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോർ യൂസ് ചെയ്യും. അത് മിക്കവാറും എന്തെങ്കിലും സോഫ്റ്റ് അയൺ കോർ മെറ്റീരിയൽ, സോഫ്റ്റ് അയൺ മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടുതലുള്ള ഫെറൈറ്റ് മെറ്റീരിയൽ കോർ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ചുറ്റുകയാണെങ്കിലോ എന്തായിരിക്കും, എന്നിട്ട് നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആ ഒരു സർക്യൂട്ടിന് കിട്ടുന്നു, അല്ല കുറച്ചുകൂടി, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാരണം കൂടുതൽ ഫ്ലക്സിന് ആ സർക്യൂട്ടിലൂടെ കടത്തിവിടാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോയിൽ നമ്മൾ എവിടെയാണോ ചുറ്റുന്നത്, കോയിൽ, COI അല്ലേ, കോയിൽ അല്ലെങ്കിൽ നമ്മൾ കമ്പിച്ചുരുൾ, സോളിനോയിഡ് എന്നൊക്കെ പറയും, അത് എവിടെയാണോ ചുറ്റുന്നത് ആ ഒരു മെറ്റീരിയലാണ് എന്ത് പറയുന്നത്, കോർ മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ എപ്പോഴും എയറിന് പെർമിയബിലിറ്റി കുറവാണ്. അപ്പോൾ എപ്പോഴും പെർമിയബിലിറ്റി കൂടുതലുള്ള ഇത്തരത്തിലുള്ള കോറിൻ്റെ മുകളിലാണ് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പിച്ചുരുൾ എന്ത് ചെയ്യുന്നത്, ചുറ്റി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇനി എന്താണ് ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി? ആബ്സല്യൂട്ട് പെർമിയബിലിറ്റിയും ഉണ്ട്, റിലേറ്റീവ് പെർമിയബിലിറ്റിയും ഉണ്ട്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദ പെർമിയബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ മീൻസ് ഇറ്റ്സ് കണ്ടക്ടിവിറ്റി ഫോർ ഫ്ലക്സ്. ഓക്കെ, ഇനി ആബ്സല്യൂട്ട് പെർമിയബിലിറ്റീൻ്റെ വാല്യൂ, അതായത് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ വാക്വത്തിനാണ് എന്ത് പറയുന്നത്, ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ എന്താണ്, μ0 ഈസ് ഈക്വൽ ടു 4π × 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ഹെൻറി പെർ മീറ്റർ ആണ് μ0 ഈസ് ദ ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി, അതായത് എയറിൻ്റെ പെർമിയബിലിറ്റി, എയറിൻ്റെ ഫ്ലക്സ് കണ്ടക്ടിവിറ്റിക്ക് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഓരോ മെറ്റീരിയലിനും എന്തുണ്ടായിരുന്നു, പെർമിറ്റിവിറ്റി ഉണ്ടായിരുന്നു. ലൈക്ക് വൈസ് ഓരോ മെറ്റീരിയലിനും ഇവിടെ എന്തുണ്ട്, പെർമിയബിലിറ്റി ഉണ്ട്. സോ ഏത് മെറ്റീരിയലിൻ്റെയും പെർമിയബിലിറ്റി നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ഫ്രീ സ്പേസ് വെച്ചാണ് നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വേറൊരു ടേം കൂടി വരുന്നുണ്ട്, റിലേറ്റീവ് പെർമിയബിലിറ്റി. റിലേറ്റീവ് പെർമിയബിലിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, μr ആണ്. സോ പെർമിയബിലിറ്റി μ ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, μ0 × μr ആയിരിക്കും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ഡിഫൈൻ പെർമിയബിലിറ്റി, ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി. സോ ഇതിനെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ പെർമിയബിലിറ്റി μ ഈസ് ഈക്വൽ ടു μ0 അല്ലെങ്കിൽ μ0 × μr, വെർ μ0 ഈസ് ദ ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി, μr ഈസ് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പം ഇവിടെ ഒരു മ്യൂ തന്നെ എഴുതിയിട്ടുള്ളൂ, ഇതെന്ന് പറഞ്ഞെങ്കിൽ μ0 ആണ്. μ0 എന്താണ്, ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ആണ്. ഇനി പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് μr ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ μ0 ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, μ0 ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് μ ഈസ് ദ ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി. അപ്പോൾ നമ്മൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്താണ്, ഏതൊരു മെറ്റീരിയലിൻ്റെ പെർമിയബിലിറ്റിയെ നമ്മൾ എന്തുകൊണ്ട് റിലേറ്റ് ചെയ്യും, അതിൻ്റെ നമ്മുടെ എയറിൻ്റെ പെർമിയബിലിറ്റി കൊണ്ട് അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റി കൊണ്ട് റിലേറ്റ് ചെയ്യും. അതിനെയാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ റേഷ്യോ
mu by mu naught is called the relative permeability. നമുക്കിതൊന്ന് കിട്ടുമല്ലോ റിലേറ്റീവ് വെൻ mu ഈസ് ഈക്വൽ ടു mu naught ഇൻറ്റു mu r എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. സോ നമുക്ക് mu r കിട്ടും. mu r ഈസ് ഈക്വൽ ടു എന്താണ് mu ഡിവൈഡഡ് ബൈ mu naught ആണ്. സോ ദിസ് ഈസ് റിലേറ്റീവ് പെർമിയബിലിറ്റി. അപ്പോൾ ഈ 3 ടേമും അറിഞ്ഞു വയ്ക്കുക. വാട്ട് ഈസ് പെർമിയബിലിറ്റി, what is relative permeability and absolute permeability. Here mu is the absolute permeability and mu naught is the permeability of free space and mu r is the relative permeability. ഇപ്പോൾ നോട്ട് എഴുതുന്ന സമയത്ത് ഈ മ്യൂവിൻ്റെ നൊട്ടേഷൻസ് കൊടുക്കണം. ഒന്ന് മ്യൂ ആണ്, അടുത്തതെന്ന് പറയുമ്പോൾ മ്യൂ നോട്ടാണ്, നെക്സ്റ്റ് മ്യൂ ആർ ആണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, വിട്ടുപോയതാണ്. Next one is magnetic circuit. So the closed path followed by magnetic flux is called magnetic circuit. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ക്ലോസ്ഡ് പാത്ത് ആയിരിക്കും. അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യണം, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വിൽ ബി എക്സിസ്റ്റിംഗ് ദർ. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ് നമ്മൾ കൺസിസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഒരു കോർ മെറ്റീരിയലിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു വൈൻഡിങ് കൊടുക്കുന്നത്. ആ വൈൻഡിങ്ങിലേക്ക് എന്നിട്ട് എന്ത് ചെയ്യും, 2 അറ്റത്ത് നമ്മൾ സപ്ലൈ കൊടുക്കുകയാണ് ചെയ്യുക. സോ അയണോ അല്ലെങ്കിൽ സോഫ്റ്റ് സ്റ്റീൽ പോലെയുള്ള മെറ്റീരിയലാണ് നമുക്ക് പെർമിയബിലിറ്റി കൂടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഫോർ ഹൈ പെർമിയബിലിറ്റി വി യൂസ് അയൺ ഓർ സോഫ്റ്റ് steel etc. Okay, because this material offer very small opposition to the flow of magnetic flux. ഈ മാഗ്നറ്റിക് ഫ്ലക്സിന് ഉള്ള ഓപ്പോസിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടുതലുള്ള മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. So the most usual way of producing magnetic flux is bypassing the electric current through a wire of number of turns wound over a magnetic material. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് മെറ്റീരിയലിന് മുകളിൽ ഇതുപോലെയുള്ള കമ്പിച്ചുരുൾ ചുറ്റിയിട്ട് നമ്മൾ അതിൽ 2 എൻഡിലുമായിട്ട് സപ്ലൈ കൊടുക്കുകയാണ് നോർമലി ചെയ്യാറുള്ളത്. ഓക്കെ, സോ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സർക്യൂട്ടിൻ്റെ ഫ്ലക്സ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി കൂട്ടാനായിട്ട് പറ്റും. സോ അതിനുവേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടാണ്. ഇതൊരു സിമ്പിൾ മാഗ്നറ്റിക് സർക്യൂട്ടാണ്. അപ്പം ഇതാണ് ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഇതൊരു കോറാണ്. ഓക്കെ, ഇതൊരു കോർ മെറ്റീരിയലാണ്. ഈ കോർ മെറ്റീരിയൽ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സപ്പോസ് ഒരു കോപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കമ്പിച്ചുരുൾ ചുറ്റി വെച്ചിട്ടുണ്ട്. അതിന് 2 എൻഡിലുമായിട്ട് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുന്നു, സം കറൻറ്റ് കൊടുക്കുകയാണ്. സോ കറൻറ്റ് ഐ ഈസ് പാസിങ് ത്രൂ ദ കോയിൽ. ഓക്കെ, അപ്പോൾ സപ്പോസ് ആ കോയിലിന് N ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു അയൺ കോറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ഒരു അയൺ കോറാണ്. സോ അയൺ കോറാണ് യൂസ് ചെയ്തത്. ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന കമ്പിച്ചുരുൾ എന്ന് പറയുന്നത് എന്താണ്, N ടേൺസ് ഉണ്ട്. അതിന് N ടേൺസ്, സപ്പോസ് ഇറ്റ് ടു ബി N ടേൺസ്. വെൻ കറൻറ്റ് ഐ ഈസ് പാസ്ഡ് ത്രൂ ദ കോയിൽ ദെൻ മാഗ്നറ്റിക് ഫ്ലക്സ്, നമ്മളൊരു കറൻറ്റ് കൊടുക്കുകയാണ് അല്ലേ, ഈ ഒരു കമ്പിച്ചുരുളിൽ നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ ഒരു കോറിനകത്ത് എന്താണ്, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ കോറില്ലെങ്കിലും എന്തുണ്ടായിരിക്കും, ആ കമ്പിച്ചുരുൾ എന്തായിട്ട് മാറുന്നു, മാഗ്നറ്റായിട്ട് മാറുന്നു. ഓക്കെ, അപ്പം നമ്മൾ കമ്പിച്ചുരുൾ വെറുതെ ഒരു എയർ വെച്ചിട്ടൊരു കോറായിട്ടൊരു കമ്പിച്ചുരുൾ എടുക്കാതെ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, നമ്മൾ കോയിലാണ് പറയുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ആർ ടേക്കിംഗ് എ കോർ മെറ്റീരിയൽ. ഓക്കെ, ആ കോർ മെറ്റീരിയലിലാണ് ഈ കമ്പിച്ചുരുൾ ചുറ്റുന്നതെങ്കിൽ എന്തായിരിക്കും, കൂടുതൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ കണ്ടക്ടിവിറ്റി കൂടുന്നു. അപ്പോൾ നമ്മൾ N ടേൺസ് ഉള്ളൊരു കോയിലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന കറൻറ്റ് എന്ന് പറയുന്നത് I ആണ്. സോ ദ എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് സെറ്റപ്പ് ഇൻ ദ കോർ ഡിപ്പെൻഡ് ഓൺ കറൻറ്റ്. അപ്പോൾ ഒരു ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞു. ഫ്ലക്സ് എന്താണ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ് അല്ലേ. സോ അത് എത്ര മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്, നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനാണ് നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്നറ്റ് ആയി കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും, നോർത്ത് ടു സൗത്ത് പോൾ എന്താണ്, മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈനിൻ്റെ എമൗണ്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്മൾ അപ്ലൈ ചെയ്ത കറൻറ്റിനനുസരിച്ചിരിക്കും. ഓക്കെ, നമ്മൾ എത്ര കറൻറ്റ് അപ്ലൈ ചെയ്യുന്നോ അതനുസരിച്ചിട്ടാണ് അതിലുണ്ടാവുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ എണ്ണവും. ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ഫ്ലക്സ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറൻറ്റ് I. Then and the number of turns, if we increase the current or number of turns then the amount of magnetic flux also increases. ഇപ്പോൾ നമ്പർ ഓഫ് ടേൺസ് N ഉണ്ട്, അതും എന്താണ്, കറൻറ്റ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണെങ്കിൽ എന്തായിരിക്കും, കറൻറ്റ് കൂടുതലായിരിക്കും. സോ ദ പ്രൊഡക്റ്റ് ഓഫ് NI ഈസ് കോൾഡ് മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ EMFന് അനലോഗസ് ആയിട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ EMFന് അനലോഗസ് ആയിട്ട് ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ വരുമ്പോൾ അതിന് പേരെന്താണ്, MMF ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ഇറ്റ്സ് ഈക്വൽ ടു N ഇൻറ്റു I, ദാറ്റ് ഈസ് ഈക്വൽ ടു MMF, where N ഈസ് ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് I ഈസ് ദ കറൻറ്റ്. സോ ഇതിൻ്റെ പ്രൊഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്, MMF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും, ആംബിയർ ടേൺസ് ആയിരിക്കും.
സോ ഇറ്റ് ക്യാൻ ജസ്റ്റ് ബി കമ്പയർഡ് ടു ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താണോ അത് തന്നെയാണ് ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ അതുപോലെ നമ്മളൊരു മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന് ഒരു ലെങ്ത്തിന് ഒരു ലെങ്ത്ത് ഉണ്ടായിരിക്കും അല്ലേ, അതുപോലെ എന്തുണ്ടായിരിക്കും, ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും ഉണ്ടായിരിക്കും. സോ സപ്പോസ് ദ മീൻ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് എന്താണ്, L മീറ്റർ ആണെന്ന് വിചാരിക്കുക. അതുപോലെ ആ കോറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണെന്ന് വിചാരിക്കുക. ദെൻ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ കോർ മെറ്റീരിയൽ എന്താണ്, μr ആണെന്ന് ഉണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. വെൻ ദ കറൻറ്റ് I is passed through the coil it will be set up a flux phi. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കറൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു, ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ ഒരു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, B ഈസ് ഈക്വൽ ടു എന്തെഴുതാം, ഫൈ ബൈ ഏരിയ. അപ്പം ഇതിന് മുന്നത്തെ സ്ലൈഡിൽ ഈ ഒരു ഇക്വേഷൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ മാഗ്നറ്റിക് സർക്യൂട്ട് വെച്ചിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ B ഈസ് ഈക്വൽ ടു ഫൈ ബൈ എ അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്ലക്സ് പെർ ഏരിയയാണ്. ദാറ്റ് ഈസ് അതിൻ്റെ യൂണിറ്റ് എന്താണ്, ഇറ്റ് ഈസ് വെബർ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് വൺ H, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. H ഈസ് ഈക്വൽ ടു എന്താണ്, B ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു μr ആണ്. ഓക്കെ, നൗ നമുക്കറിയാം B എന്താ, B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫൈ ബൈ എ എന്ന് എഴുതാമല്ലോ അല്ലേ. B ഈസ് ഈക്വൽ ടു ഫൈ ബൈ എ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, μ0 μr എന്ന് വരും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, H ഈസ് ഈക്വൽ ടു ഫൈ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു μ0 ഇൻറ്റു μr എന്ന് വരും. ഓക്കെ, H ഈസ് ഈക്വൽ ടു, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഫസ്റ്റ് വൺ, B ഈസ് ഈക്വൽ ടു ഫൈ ബൈ എ വെർ B ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. നോട്ട് ചെയ്യുക, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയ, ദാറ്റ് ഈസ് ഫൈ ബൈ എ ആൻഡ് ഇറ്റ്സ് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ മാഗ്നറ്റൈസിങ് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ μ0 μr, അതായത് ഫോഴ്സ് ആണ്. സോ പെർമിയബിലിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ B ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു μr ആണ്. സോ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്, ഫൈ ബൈ എ. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. B എന്ന് പറയുമ്പോൾ ഫൈ ബൈ എ ഡിവൈഡഡ് ബൈ μ0 μr എന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ H കിട്ടാം, H ഈസ് ഇൻ ടേംസ് ഓഫ് ഫൈ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു μ0 μr എന്ന് കിട്ടുന്നു. ഓക്കെ, ഇനി ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക. ദെൻ ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് മാഗ്നറ്റിക് പോൾ വൺസ് അറൗണ്ട് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ ആംബിയർ ടേൺസ് എൻക്ലോസ്ഡ് ബൈ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട് അനലൈസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോയിൻ്റ് ചാർജ് ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള ഫോഴ്സ്, ആ ഒരു ഇക്വേഷൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ട്, ആ ഒരു പോൾ. ഇവിടെ നമ്മൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ യൂസ് ചെയ്യുന്നത് പോളായിരിക്കും. ഓക്കെ, നോർത്ത് പോൾ, ഒരു യൂണിറ്റ് നോർത്ത് പോൾ കൺസിഡർ ചെയ്യുക, അങ്ങനെയാണ് പറയുക. സോ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിലൂടെ നമ്മളൊരു യൂണിറ്റ് പോൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആംബിയർ ടേൺസ് എന്ന് പറയുന്നത് കിട്ടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആംബിയർ ടേൺസിന്, അതായത് MMFനോട് ഈക്വലൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് മാഗ്നറ്റിക് പോൾ വൺസ് അറൗണ്ട് ദ മാഗ്നറ്റിക് സർക്യൂട്ടാണ് വിച്ച് വിൽ ബി ഈക്വൽ ടു ദ ആംബിയർ ടേൺസ് എൻക്ലോസ്ഡ് ബൈ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. സോ നമ്മളിപ്പം വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് H ആണ്. ഓക്കെ, H ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു ലെങ്ത് ആണ് എടുക്കുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ H ഇൻറ്റു L എന്നാണ് വരിക. ഓക്കെ, വർക്ക് ഡൺ ഇവിടെ എന്താണ്, H ഇൻറ്റു L, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ സർക്യൂട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണെന്ന് പറയുന്നത് ആംബിയർ ടേൺസ് ആണ്, അതായത് N ഇൻറ്റു I ആണ്. അപ്പം അങ്ങനെ നമ്മൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതിൻ്റെ ആംബിയർ ടേണും എന്താണ്, ഈക്വലൻ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നോട്ട് ഡൗൺ ദിസ് ഇക്വേഷൻ ഓൾസോ. സോ എച്ചിൻ്റെ സ്ഥാനത്ത് നമുക്കറിയാം H ഈക്വൽ ടു എന്താണ്, H ഈക്വൽ ടു ഫൈ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു μ0 μr ആണല്ലോ എച്ചിൻ്റെ ഇക്വേഷൻ, ഇൻറ്റു എന്ത് വരുന്നു, ഇൻറ്റു L വരും അല്ലേ, മാറ്റി എഴുതാം. ദാറ്റ് ഈസ് H, ഈ ഒരു ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ദാറ്റ് ഈസ് വി നോ H. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഈ ഇക്വേഷൻ 1, ദിസ് 2 ആൻഡ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് 3. സോ 2 in 3 കൊടുക്കുകയാണ്. ഓക്കെ, സോ എന്താ കിട്ടുക, 5 ഡിവൈഡഡ് ബൈ എ ഇൻറ്റു μ0 ഇൻറ്റു μr
ഇൻറ്റു എൽ ഉണ്ട് അല്ലേ, എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എൻ ഇൻറ്റു ഐ. ഇനി നമുക്ക് ഫ്ലക്സ് കിട്ടുമല്ലോ, ഫൈ കിട്ടുമല്ലോ. ഫൈ ഈക്വൽ ടു എന്താ വരിക, ഫൈ ഈക്വൽ ടു എൻ ഇൻറ്റു ഐ ഡിവൈഡഡ് ബൈ എന്താണ് എൽ ബൈ എ ഇൻറ്റു മ്യൂ നോട്ട് ഇൻറ്റു മ്യൂ ആർ എന്ന് വരുമല്ലോ. ഓക്കെ, എന്നാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫ്ലക്സിനൊന്ന് മാറ്റി എഴുതിന്ന് ഇത്രേ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതൊന്ന് ചെയ്ത് നോക്കാം നിങ്ങൾ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇക്വേഷൻ 1 എന്ന് എടുക്കുക, ഇത് ഇക്വേഷൻ 2 എന്ന് എടുക്കുക, ഇത് ഇക്വേഷൻ 3 എന്ന് എടുക്കുക. ഇതിനെന്ത് ചെയ്യുക, 2 നമ്മൾ ജസ്റ്റ് 3-ലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് ഫ്ലക്സ് മാറ്റി എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എൻ ഐ ബൈ എൽ ബൈ എ ഇൻറ്റു മ്യൂ നോട്ട് മ്യൂ സീറോ എന്ന് കിട്ടും. ഇതും വളരെ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. Then the quantity Ni which produces the magnetic flux is called the magnetomotive force. Okay, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. Then the quantity is called reluctance of the magnet. ഇനി എന്താണ് റിലക്റ്റൻസ്? മാഗ്നറ്റിക് സർക്യൂട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റിലക്റ്റൻസ്. ഓക്കെ, എന്തിന് പകരം നമ്മുടെ ഇലക്ട്രിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടറാണ് റെസിസ്റ്റൻസ്. അതുപോലെ ഇവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് അവിടുത്തെ കറൻറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്നുള്ള അവിടുത്തെ ഫാക്ടറിന് പകരം ഇവിടെ എന്തായിരിക്കും, അത് റിലക്റ്റൻസ് ആയിരിക്കും. ഓക്കെ, സോ റിലക്റ്റൻസ് എന്താണ്, ആ റിലക്റ്റൻസ് ആണ് ദ ക്വാണ്ടിറ്റി എൽ ബൈ എ. അതായത് ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ കിട്ടിയത്, ഫൈ ഈസ് ഈക്വൽ ടു എൻ ഐ ഡിവൈഡഡ് ബൈ എൽ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു മ്യൂ നോട്ട് മ്യൂ സീറോ. ഓക്കെ, ഇനി എൽ ഡിവൈഡഡ് ബൈ എ മ്യൂ നോട്ട് മ്യൂ സീറോ എന്നുള്ള മ്യൂ സീറോ മ്യൂ ആർ എന്നുള്ള വാല്യൂ എന്താണ്, ദാറ്റ് ഈസ് റിലക്റ്റൻസ്. ദാറ്റ് ഈസ് റിലക്റ്റൻസ്. റിലക്റ്റൻസ് അനലോഗ്സ് ടു റെസിസ്റ്റൻസ് ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യുന്നതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. സോ റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താണ്, എൽ ബൈ എ ഇൻറ്റു മ്യൂ നോട്ട് മ്യൂ സീറോ ഈസ് കോൾഡ് ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് റിലക്റ്റൻസ് ഇസ് ദ ഒപ്പോസിഷൻ ദാറ്റ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫേഴ്സ് ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതാം, ഫ്ലക്സിന് എങ്ങനെ എഴുതാം, ഫ്ലക്സ് ഈ ഒരു ഇതൊക്കെ നമുക്ക് ഫ്ലക്സ് വേർ എൻ ഐ ഈസ് ഈക്വൽ ടു എം എം എഫ്. സോ എൻ ഐ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലക്സ് എം എം എഫ് ഡിവൈഡഡ് ബൈ റിലക്റ്റൻസ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി എന്താണ് ഫ്ലക്സ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് സർക്യൂട്ടിൽ, ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറൻറ്റിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഓംസ് ലോ പഠിച്ചിട്ടില്ലേ, എന്തായിരുന്നു, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് പകരം മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താ വരുന്നത്, ഐ എന്ന് പറഞ്ഞ ഫ്ലക്സ് ആണ്, ദാറ്റ് ഈസ് ഫൈ ഈസ് ഈക്വൽ ടു വി എന്ന് പറഞ്ഞാൽ ഇവിടെ എം എം എഫ് ആണ്, ദാറ്റ് ഈസ് എൻ ഐ. ഓക്കെ, എം എം എഫ് ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞ റെസിസ്റ്റൻസിന് പകരം ഇവിടെ എന്തായി, റിലക്റ്റൻസ് ആയി. ഓക്കെ, ഇത്ര മാറ്റങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്, കറസ്പോണ്ടിങ് ടു മാഗ്നറ്റിക് സർക്യൂട്ടിലെ ഓംസ് ലോ ആണെന്നുള്ളത് നമുക്ക് പറയാം. സോ ഈ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്യുക, ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു എം എം എഫ് ബൈ റിലക്റ്റൻസ്. ദെൻ എല്ലാറ്റിൻ്റെ ഡെഫിനേഷൻ എഴുതി വെച്ചതാണ്. ഡെഫിനേഷൻ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് എം എം എഫ് ആൻഡ് വാട്ട് ഈസ് റിലക്റ്റൻസ് എന്നൊക്കെ. അപ്പോൾ അതെന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, വായിക്കാം. മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ്, ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് പ്രഷർ വിച്ച് സെറ്റ്സ് അപ്പ് or tends to set up flux in a magnetic circuit and may be defined under the work done in moving a unit magnetic pole once around the magnetic circuit is called magnetomotive force. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് മാഗ്നറ്റിക് പോൾ വൺസ് അറൗണ്ട് ദ മാഗ്നറ്റിക് സർക്യൂട്ട്, അതായത് എച്ച് ഇൻറ്റു എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഐ, ആംബിയർ ടേൺസ് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. സോ അത് രണ്ടും ഈക്വലൻ്റ് ആണ്. ആൻഡ് ഇതിന് നമുക്ക് എന്തും പറയാം, ഇറ്റ് ഇസ് എ മാഗ്നറ്റിക് പ്രഷർ വിച്ച് സെറ്റപ്പ് ടെൻസ് ടു സെറ്റപ്പ് ദ ഫ്ലക്സ്. ഓക്കെ, ഒരു മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് എന്ത്, മാഗ്നെറ്റോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ യൂണിറ്റ് ആംബിയർ ടേൺസ് ആണ്. അത് നമ്മൾ വോൾട്ടേജിൻ്റെ യൂണിറ്റ് വോൾട്ടാണെന്നൊക്കെ പഠിക്കുന്നത് പോലെ തന്നെ എന്ത് ചെയ്യണം, ഇതിൻ്റെ യൂണിറ്റ് എം എം എഫിൻ്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ ടേൺസ് ആണെന്ന് പഠിച്ചു വെക്കണം. ദെൻ റിലക്റ്റൻസ്, ദ ഒപ്പോസിഷൻ ദാറ്റ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ഓഫേഴ്സ് ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് കോൾഡ് റിലക്റ്റൻസ്. ആൻഡ് ദ റിലക്റ്റൻസ് ഓഫ് എ മാഗ്നറ്റിക് സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, പെർമിയബിലിറ്റി. നമ്മൾ ഇക്വേഷൻ നമുക്ക് അറിയാമല്ലോ, എൽ ബൈ എ മ്യൂ നോട്ട് മ്യൂ ആർ ആയിരുന്നു ഇക്വേഷൻ. സോ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡ്സ് ഓൺ ദ ലെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ഓൾസോ ദ പെർമിയബിലിറ്റി ഓഫ് both free space and relative permeability. Okay, now അതിൻ്റെ ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. റിലക്റ്റൻസിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് എസ് ആണ്. ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പം ഇവിടെ റിലക്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ എന്താണ്, എസ് ആണ്. ഓക്കെ, now എസ് ഈക്വൽ ടു എൽ ബൈ എ മ്യൂ സീറോ മ്യൂ നോട്ട്. ദ റെസിപ്രോക്കൽ ഓഫ് പെർമിയബിലിറ്റി mu equal to mu naught mu r corresponding to resistivity of the electrical circuit. Okay, permeability എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഈസ് റെസിപ്രോക്കൽ ഓഫ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ റെസിസ്റ്റിവിറ്റിക്ക് ഈക്വലൻ്റ് ആണ്.
The reciprocal of permeability correspond to resistivity of the electrical circuit and is called reactivity. Okay. അപ്പം എന്താണ് റെസിപ്രോക്കൽ ഓഫ് പെർമിയബിലിറ്റി എന്ന് കറസ്പോണ്ടിങ് ടു ദ റെസിസ്റ്റിവിറ്റി ഓഫ് ദ ഇലക്ട്രിക് സർക്യൂട്ടാണ്. അതുപോലെ എന്താണ് അതിന് നമ്മൾ പറയുന്ന പേരാണ് റിലക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നൗ ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി മ്യൂ ഈസ് ദ അനലോഗ് ഫോർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോവാൻ പാടില്ല. എന്താണ് പെർമിയബിലിറ്റി, എന്താണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്നുള്ളതാണോ അതുതന്നെയാണ് എന്ത് ഇലക്ട്രിക്കലിൻ്റെ കേസിലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ പെർമിയബിലിറ്റി എന്ന് പറയുന്നത് ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ കേസിൽ എന്തായിരിക്കും, കണ്ടക്ടിവിറ്റി ആയിരിക്കും. ദെൻ 1 കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റിവിറ്റി അല്ലേ. നൗ പെർമിയൻസ്, ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ്. അപ്പം റിലക്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കിട്ടുന്ന ടേമാണ് പെർമിയൻസ്. ആൻഡ് ഇസ് ദ മെഷർ ഓഫ് എയ്സ് വിത്ത് വിച്ച് ഫ്ലക്സ് ക്യാൻ പാസ് ത്രൂ ദ മെറ്റീരിയൽ. അതിന് വെബർ പെർ AT, അതായത് ആംബിയർ ടേൺസ് എന്നുള്ളതാണ് യൂണിറ്റ്. കാരണം പെർമിയൻസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, 1 റിലക്റ്റൻസ് എന്ന് പറയാം. റിലക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒപ്പോസിഷൻ ഫോഴ്സാണ്, ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്ന ഫോഴ്സാണ്. സോ പെർമിയൻസ് ഉള്ളൊരു പുതിയ ടേമാണ്. പെർമിയൻസ് ഈക്വൽ ടു 1 എന്തായിരിക്കും, റിലക്റ്റൻസ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, നമുക്ക് ഒരു 1 റിലക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ തിരിച്ചല്ലേ വരിക. റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതല്ലേ. റിലക്റ്റൻസ് L ഡിവൈഡഡ് ബൈ A ഇൻറ്റു മ്യൂ നോട്ട് മ്യൂ 0 ആണല്ലോ. സോ പെർമിയൻസ് എന്ന് പറയുമ്പോൾ 1 ആണ്. സോ 1 L ഡിവൈഡഡ് ബൈ A ഇൻറ്റു മ്യൂ 0 മ്യൂ നോട്ട് കിട്ടും. ദാറ്റ് ഈസ് A ഇൻറ്റു മ്യൂ 0 മ്യൂ ആർ ഡിവൈഡ് മ്യൂ 0 മ്യൂ ആർ ആണ്. മ്യൂ 0 മ്യൂ ആർ ഡിവൈഡഡ് ബൈ L എന്ന് വരും. ഓക്കെ. നെക്സ്റ്റ് വൺ, ഇത് ഇനി ഇലക്ട്രിക് സർക്യൂട്ട് മാഗ്നറ്റിക് സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കാം. ഓക്കെ. നമ്മളിപ്പോൾ നമുക്കറിയാം, എന്താണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്നറിയാം, അതുപോലെ മാഗ്നറ്റിക് സർക്യൂട്ട് എന്നറിയാം. സോ മാഗ്നറ്റിക് സർക്യൂട്ടിൽ എന്താണ്, ദ പാത്ത് ട്രേസ്ഡ് ബൈ മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് ഡിഫൈൻഡ് ആസ് മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ. മാഗ്നറ്റിക് ഫ്ലക്സിനെ ട്രേസ് ചെയ്തിട്ടുള്ള ഒരു പാത്ത്, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് പാത്തിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു, മാഗ്നറ്റിക് സർക്യൂട്ട് എന്ന് പറയുന്നു. ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ദിസ് പാത്ത് ട്രേസ്ഡ് ബൈ ദ കറൻറ്റ് ഇസ് കോൾഡ് ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, കറൻറ്റ് ആയിരിക്കും. ദെൻ MMF ഇസ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫോഴ്സ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് MMF ആണ്. ബട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താണ്, ദാറ്റ് ഈസ് EMF ഓർ വോൾട്ടേജ്. ദെൻ ദർ വിൽ ബി സം പ്രസൻസ് ഓഫ് ഫ്ലക്സ്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫൈ. ആൻഡ് ബട്ട് ആ ഫ്ലക്സിന് പകരം ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കറൻറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്. ഇവിടെ ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ ആണ്. ഓക്കെ. Now the magnetic lines of force will decide the flux. Okay, flux എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആണ്. ദെൻ എന്താണ്, കറൻറ്റ് എന്ന് പറയുന്നത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ഇലക്ട്രോൺസ്. ഓക്കെ. നൗ ഒപ്പോസിംഗ് ഫോഴ്സ് ഫോർ ഫ്ലക്സ് ഈസ് റിലക്റ്റൻസ് അല്ലേ. ഇവിടെ റിലക്റ്റൻസ് ആണ് ഒപ്പോസിംഗ് ഫോഴ്സ് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ബട്ട് ഇലക്ട്രിക് സർക്യൂട്ടിൽ കറൻറ്റിന് ഒപ്പോസ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്, റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് R ഈസ് ഈക്വൽ ടു റോ L ബൈ A. ആൻഡ് നമുക്കറിയാം, ഇക്വേഷനൊക്കെ അറിയാം, R ഈസ് ഈക്വൽ ടു rho L by A ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് മാഗ്നറ്റിക് സർക്യൂട്ട് ദാറ്റ് ഈസ് S ഈസ് ഈക്വൽ ടു L ഡിവൈഡഡ് ബൈ മ്യൂ നോട്ട് മ്യൂ ആർ ഇൻറ്റു A ആണ്. ഓക്കെ. അതിൻ്റെ യൂണിറ്റ് എന്താണ്, ആംബിയർ ടേൺ പെർ വെബർ ആണ്. ദെൻ ഫ്ലക്സ് F ഈസ് ഈക്വൽ ടു MMF ബൈ റിലക്റ്റൻസ്. ഇവിടെ കറൻറ്റ് I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, EMF ബൈ റെസിസ്റ്റൻസ് ആയിരിക്കും. ദെൻ റെസിപ്രോക്കൽ ഓഫ് റിലക്റ്റൻസ് ആണ് എന്ത്, പെർമിയൻസ്. ഇവിടെ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് എന്താണ്, കണ്ടക്റ്റൻസ് ആണ്. ഓക്കെ. അപ്പോൾ പെർമിയൻസ് എന്താണ്, കണ്ടക്റ്റൻസിൻ്റെ ടേമാണ്. കണ്ടക്റ്റൻസിന് പകരം മാഗ്നറ്റിക് സർക്യൂട്ടിലുള്ളത് പെർമിയൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഡിസിമിലാരിറ്റീസ്. എന്തൊക്കെയാണ് ഡിസിമിലാരിറ്റീസ് ആണുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ദ ഫ്ലക്സ് വിൽ ബി ജസ്റ്റ് എസ്റ്റാബ്ലിഷ് ഇൻ ദ സർക്യൂട്ട് ആൻഡ് ബിക്കോസ് ഓഫ് ദ മാഗ്നറ്റോമോട്ടീവ് ഫോഴ്സ് ബട്ട് ഇറ്റ് വിൽ നോട്ട് ആക്ച്വലി ഫ്ലോ ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ എന്താണ്, അത് ആ ഒരു എന്താണ് നമ്മൾ കറൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്താണ് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് സം ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് എന്താണ്, ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ കേസിൽ അങ്ങനെയാണോ, നോ. ഡ്യൂ ടു EMF ദ കറൻറ്റ് വിൽ ഫ്ലോ ത്രൂ ഹോൾ നോ, ഇറ്റ്സ് ഇലക്ട്രിക് സർക്യൂട്ട്. മാഗ്നറ്റിക് സർക്യൂട്ട് അല്ല, ഇറ്റ്സ് ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ. സോ ഹോൾ ഇലക്ട്രിക് സർക്യൂട്ട്. നെക്സ്റ്റ് വൺ, എനർജി ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ദ ഫ്ലക്സ് ആൻഡ് നോട്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ്. അവിടെ നമ്മൾ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുകയാണ്, കറൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യണം, അതവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് സർക്യൂട്ടിൽ അങ്ങനെയാണോ, നോ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന കറൻറ്റ് കാരണം, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം എന്താണ്, സം എനർജി ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ
ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി എന്താണ് നമ്മൾ ആ ഒരു കറൻറ്റ് അവിടെ നമ്മൾ കറൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ട് കറൻറ്റ് ഉണ്ടായിട്ട് കറൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ സം എനർജി കീപ്പ് ചെയ്യണം, എനർജി കീപ്പ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ ആ ഒരു കറൻറ്റ് എന്താവണം അപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് എനർജി ഈസ് റിക്വയർഡ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ കറണ്ട്. ആ ഒരു കറൻറ്റിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, എനർജി കൊടുക്കേണ്ടതുണ്ട്. ബട്ട് ഇൻ കേസ് ഓഫ് ആൻ മാഗ്നറ്റിക് സർക്യൂട്ട് എനർജി റിക്വയർഡ് ടു ക്രിയേറ്റ് ദ ഫ്ലക്സ്, ഓക്കെ, ആൻഡ് നോട്ട് ടു മെയിൻറ്റെയിൻ ഇറ്റ്. അതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എന്താണ്, അവിടെ ഓൾറെഡി നമ്മൾ എനർജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദെൻ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സ് ആർ ക്ലോസ്ഡ്, ദേ ആർ ഫ്ലോ ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഓക്കെ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫ്ലക്സ് ആർ നോട്ട് ക്ലോസ്ഡ്, ദേ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ് ടു നെഗറ്റീവ് ചാർജ്. ദെൻ ദർ ഇസ് നോ കണ്ടിന്യൂസ് കൺസംഷൻ ഓഫ് മാഗ്നറ്റിക് എനർജി ബട്ട് ദർ ഇസ് എ കണ്ടിന്യൂസ് കൺസംഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജിയിൽ എന്താണ് എനർജി ഓൾവേസ് ഇറ്റ് ഹാസ് എ കണ്ടിന്യൂസ് കൺസംഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ബട്ട് എന്താണ് മാഗ്നറ്റിസത്തിൻ്റെ കേസിൽ അങ്ങനെയാണോ? ദർ ഇസ് നോ കണ്ടിന്യൂസ് കൺസംഷൻ ഓഫ് മാഗ്നറ്റിക് എനർജി. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് കാൽക്കുലേഷൻ ഓഫ് ആംബിയർ ടേൺസ്. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ആംബിയർ ടേൺസ്? നമുക്ക് അറിയുന്ന ടേം തന്നെയാണ് എല്ലാം. ഇൻ എനി മാഗ്നറ്റിക് സർക്യൂട്ട് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഗിവൺ ബൈ, ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഇറ്റ് ഈസ് MMF ബൈ റിലക്റ്റൻസ് ആണ്. സോ എന്താണ് MMF എന്താണ് AT ആണ് അല്ലേ, അല്ലെങ്കിൽ NI ആണ്. ആൻഡ് റിലക്റ്റൻസ് എന്ന് പറഞ്ഞാൽ L ഡിവൈഡഡ് ബൈ A ഇൻറ്റു μ0 ഇൻറ്റു μr ആണ്. ഓക്കെ, നൗ ഇതൊന്ന് നമുക്ക് AT കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ്. ഓക്കെ, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ആൻഡ് സോ ഇതൊന്ന് AT കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. AT എങ്ങനെ കിട്ടും? AT ഈസ് ഈക്വൽ ടു 5 ബൈ A ഇൻറ്റു L ബൈ μ0 ആൻഡ് μr. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് വി നോ AT ബൈ L ബൈ A ഇൻറ്റു μ0 μr ഈസ് ഈക്വൽ ടു ആണ് എന്ത്? ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്ക് AT കണ്ടുപിടിക്കാമല്ലോ. AT ഈക്വൽ ടു എന്താ വരിക? 5 ബൈ L ബൈ A μ0 ഇൻറ്റു μr എന്ന് കിട്ടുമല്ലോ. ഓക്കെ, AT ഈക്വൽ ടു അത് കിട്ടും. ദെൻ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ബൈ A ഇൻറ്റു L ബൈ μ0 ഇൻറ്റു μr എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പം ഇങ്ങനെ ജസ്റ്റ് 5 ബൈ A എന്താണ്? B ആണ് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഇൻറ്റു L ബൈ μ0 ഇൻറ്റു μr എന്താണ്? വാട്ട് ഈസ് ഇറ്റ്? അതുപോലെ തന്നെ ആ ഒരു L ബൈ B ഇൻറ്റു L എന്ന് അതുപോലെ എഴുതിയാൽ മതി. B ഇൻറ്റു L ഇപ്പം തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. B ഇൻറ്റു L ബൈ μ0 ഇൻറ്റു μr എന്ന് കിട്ടുമല്ലോ. ജസ്റ്റ് ബിക്ക് പകരം B ഈക്വൽ ടു 5 ബൈ A എന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ 5 ബൈ Aക്ക് പകരം എന്ത് കൊടുത്താൽ മതി? B എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് എന്ത് എഴുതാൻ പറ്റും? H ഇൻറ്റു L നമുക്കറിയാം. H ഇൻറ്റു L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? H ഇൻറ്റു L നമുക്കിതിനെ എഴുതിക്കൂടെ? കാരണം എന്താണ്? B ബൈ μ0 μr എന്ന് പറയുന്ന സംഭവമാണ് എന്ത്? H അല്ലേ, നമ്മൾ മുന്നേ പഠിച്ചതാണ്. H എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ് H. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് H ഈസ് ഈക്വൽ ടു എന്താണ്? B ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു μr ആണല്ലോ. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ μ0 പെർമിയബിലിറ്റി ഓഫ് എയർ ആൻഡ് ഒരു ഫ്രീ സ്പേസ് ആൻഡ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. അപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. സോ നമുക്കതിനെങ്ങനെ എഴുതാൻ പറ്റും? AT ഈസ് ഈക്വൽ ടു H ഇൻറ്റു L എന്ന് എഴുതാമല്ലോ. ഇങ്ങനെയും എഴുതാം. നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണിത്. NI ഈസ് ഈക്വൽ ടു എന്ത് നമ്മൾ എഴുതി? NI ഈസ് ഈക്വൽ ടു H ഇൻറ്റു L എന്ന് എഴുതിയല്ലോ. ഓക്കെ, അപ്പം NI ഈക്വൽ ടു H ഇൻറ്റു L നമുക്ക് എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, വർക്ക് ക്ലോസ്ഡ് മാഗ്നറ്റിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിലെ പോള് നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് വൺസ് റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് വേണ്ട വർക്ക് കൊടുക്കുന്നത് H ഇൻറ്റു L, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനോട് ഈക്വലൻ്റ് ആയിട്ട് ഇവിടെ ഫോഴ്സ് ഇൻറ്റു ലെങ്ത് ഓഫ് ദ സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വലൻ ടു NI എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആംബിയർ ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, ഇത് ഞാൻ ഇങ്ങനെ ഒരു സ്ലൈഡ് എടുത്തിടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേഷൻ ഓഫ് ആംപിയർ ടേൺസ് എങ്ങനെയാണ് കാണുക എന്നുള്ളതിന് സെപ്പറേറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഈ രണ്ട് ടേമും എന്താണ് നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇതൊക്കെ നോട്ട് എഴുതുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എ ടി എന്താണ് എ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ജസ്റ്റ് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ, കൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓർ സാച്ചുറേഷൻ കർവ്, അല്ലെങ്കിൽ എന്ത് പറയാം, ബി എച്ച് കർവ് നമ്മൾ പറയുന്നു. എന്താണ് ബി എച്ച് കർവ്, ഏതൊക്കെയാണ് അതിൻ്റെ റീജിയൺ ഓഫ് ഓപ്പറേഷൻ വരുന്നത്? സോ മാഗ്നറ്റൈസേഷൻ കർവ് ഓർ സാച്ചുറേഷൻ കർവ് ഈസ് ബേസിക്കലി ദ ഗ്രാഫിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ച്. നിങ്ങളിത് പഠിക്കുമ്പോൾ പലപ്പോഴും എന്താണ് ബി എന്താണ് എച്ച് എന്ന് അറിയാതെ പോകരുത്. ആ രണ്ട് ടേം എന്താണെന്നുള്ളത് ആദ്യം പഠിക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് നമ്മൾ പഠിച്ചതാണ്, ഫൈ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഒരു പെർ ഏരിയ എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ബി എന്ന് പറയുന്നത്. ഓക്കെ, ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി നമ്മൾ എപ്പോഴും ഏരിയ വെച്ചിട്ടാണ് പറയുക. അതായത് ഫൈ എത്ര ഫ്ലക്സ് ഉണ്ട് ഒരു ഏരിയ കൺസിഡർ ചെയ്താൽ, അതായത് ഫ്ലക്സ് ഫൈ ഡിവൈഡഡ് ബൈ ഏരിയനെ എന്ത് പറയുന്നത്, ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഇനി എന്താണ് എച്ച്? എച്ച് എന്ന് പറഞ്ഞെങ്കിൽ മാഗ്നറ്റൈസിങ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ആ ഒരു ടേംസൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ബി ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയും കേട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ് എച്ച്. അങ്ങനെയാണെങ്കിൽ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എച്ചും തമ്മിലുള്ള ഇക്വേഷൻസും നിങ്ങൾക്ക് അറിയണം. ദാറ്റ് ഈസ് വി നോ എച്ച് ഇൻറ്റു എൽ എച്ചിൻ്റെ, അതായത് എന്താണ് എച്ച് ഈസ് ഈക്വൽ ടു എന്താ നമുക്കറിയണം, ബി ഡിവൈഡഡ് ബൈ മ്യൂ സീറോ ഇൻറ്റു മ്യൂ ആർ എന്നുള്ള ഇക്വേഷനൊക്കെ ഉണ്ട് അല്ലേ. സോ അതൊക്കെ നിങ്ങൾ ഓർമ്മയിൽ വരണം. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കാണിക്കുന്നത് ഒരു ഗ്രാഫിലൂടെയാണ്. അതിനാണ് ഈ ബി എച്ച് കർവ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ കർവ് അല്ലെങ്കിൽ സാച്ചുറേഷൻ കർവ് എന്നൊക്കെ പറയുന്നത്. സോ നമുക്കറിയാം ബി ഈസ് ഈക്വൽ ടു എന്താണ്, മ്യൂ ഇൻറ്റു എച്ച് ആണ്, അല്ലെങ്കിൽ മ്യൂ എന്ന് പറയുന്നത് എന്താണ്, ബി ബൈ എച്ച് ആണ്. ഓക്കെ, മ്യൂ ഈസ് ദ പെർമിയബിലിറ്റി ആൻഡ് ബി എന്താണ്, ഇറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അതായത് ഫ്ലക്സ് പെർ ഏരിയ, ആൻഡ് എച്ച് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ മ്യൂ ഈക്വൽ ടു ബി ബൈ എച്ച് എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. അത് നമുക്ക് ബി കിട്ടുമല്ലോ, ബി ഈക്വൽ ടു മ്യൂ ഇൻറ്റു എച്ച്. സോ ഇങ്ങനത്തെ പ്രോബ്ലംസ് വരാം, ബി എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു കറസ്പോണ്ടിങ് മ്യൂവിൻ്റെ വാല്യൂ അല്ലെങ്കിൽ മ്യൂ നോട്ടും മ്യൂ ആറിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാം. ആൻഡ് നമുക്ക് എച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഈ ഇക്വേഷനൊക്കെ പറയുന്നതിന് വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. ഇങ്ങനത്തെ പ്രോബ്ലംസും വരാം, ബേസിക് ഇലക്ട്രിക്കൽ ആയതുകൊണ്ട് പ്രോബ്ലംസ് ഒരുപാട് ചോദിക്കാറുണ്ട്. സോ ഈ ഇക്വേഷൻസൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം, പഠിച്ചു വെക്കണം. ദെൻ മ്യൂ സീറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ വാല്യൂ, ഇറ്റ് ഈസ് ഹെൻറി പെർ മീറ്റർ ആണ്. എന്താണ്, 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ. ഇവിടെ ടി ഒക്കെ കയറി വന്നിട്ടുണ്ട്, ടി ഒന്നുമില്ല. നമുക്കറിയാം ഇറ്റ് ഈസ് 4π × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ് പെർമിയബിലിറ്റി. ആൻഡ് മ്യൂ ആർ എന്താണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്. സോ നോക്കാം. നൗ നമുക്ക് ഇക്വേഷൻ അറിയാം. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ. നമുക്ക് ബിയും എച്ചും അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മ്യൂ കണ്ടുപിടിക്കാമല്ലോ. സോ റിലേറ്റീവ് പെർമിയബിലിറ്റി ഡു നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ എ ഗിവൺ മെറ്റീരിയൽ. അതായത് ബിയും എച്ചും മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് മാറുന്നു, റിലേറ്റീവ് പെർമിയബിലിറ്റി മാറുന്നു. ഓക്കെ, ദിസ് വേരിയേഷൻ ദ വാല്യൂ ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി മ്യൂ ആർ ഈസ് ഡ്യൂ ടു ദ സാച്ചുറേഷൻ ഓഫ് ദ മെറ്റീരിയൽ. ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ്, ഇതിൻ്റെ എക്സ് ആക്സിസിൽ എച്ച് ആണ് വരച്ചിട്ടുള്ളത്, അതായത് എ ടി പെർ മീറ്റർ. ആൻഡ് ദെൻ നമ്മുടെ വൈ ആക്സിസ് വരച്ചിട്ടുള്ളത് ബി ആണ്. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. നമുക്ക് അതിന് വെബർ പെർ മീറ്റർ സ്ക്വയറിനോട് കൂടിയിട്ട് പറയാവുന്ന വേറൊരു യൂണിറ്റ് ആണ് കേട്ടോ, ടെസ്ല. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ബി ഈസ് ഈക്വൽ ടു എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്താണ്, ടെസ്ല എന്ന് പറഞ്ഞിട്ടൊരു യൂണിറ്റ് കൂടി ഉണ്ട്. ഒന്നുകിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ടെസ്ല എന്ന് പറയാം. സോ ഇതിനെ 3 കേർവ് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു കേർവ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ CO to A എന്നുള്ള ഒരു പോയിൻ്റ് എന്താണ്, നോൺ ലീനിയർ സോണാണ്. അത് കഴിഞ്ഞിട്ട് A to C കാണിച്ചിരിക്കുന്നത് ലീനിയർ സോണും സിക്ക് അപ്പുറം ബിയോണ്ട് സി എന്താണ്, സാച്ചുറേഷൻ സോണുമാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നോക്കാം നമുക്ക്. ഇനീഷ്യൽ സോൺ OA ഈസ് നോൺ ലീനിയർ വൈൽ സോൺ AC ഈസ് ലീനിയർ ആൻഡ് ബിയോണ്ട് സി ഇറ്റ് ഈസ് അഗെയിൻ നോൺ ലീനിയർ. അപ്പോൾ 3 ഇതൊന്ന് സാച്ചുറേഷൻ ഉണ്ട്. ആദ്യം എന്താണ്, നോൺ ലീനിയർ ആണ്, പിന്നെ ലീനിയർ ആവുന്നു, ദെൻ സാച്ചുറേഷൻ, അതായത് വീണ്ടും നോൺ ലീനിയറിലേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് കർവ്. ദിസ് നോൺ ലീനിയർ സോൺ ബിയോണ്ട് പോയിൻറ്റ് C ഈസ് കോൾഡ് സാച്ചുറേഷൻ പോയിൻറ്റ്.
ഓക്കെ, അപ്പോൾ ആ ഒരു നോൺ ലീനിയർ സിക്ക് അപ്പുറത്തുള്ള ഒരു റീജിയനാണ് നമ്മൾ എന്താ പറയുന്നത്, സാച്ചുറേഷൻ റീജിയൻ എന്ന് അല്ലെങ്കിൽ സാച്ചുറേഷൻ സോൺ എന്ന് പറയുന്നത്. സോ നമ്മൾ OA എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ നോൺ ആസ് നോൺ ലീനിയർ ബിക്കോസ് ഇൻ ദിസ് സോൺ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് B വിത്ത് റെസ്പെക്ട് ടു ഇൻക്രീസ് ഇൻ H ഈസ് ഇൻക്രീസിങ്, വിച്ച് മീൻസ് ഓഫ് ദ ഇൻക്രീസിങ് വാല്യൂ ഓഫ് H ഇൻക്രീസസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. അതായത് ഇതൊരു നോൺ ലീനിയർ ആണ്, ഈ നോൺ ലീനിയർ സോണാണ്. O to A എടുക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം എന്ന് വെച്ചാൽ അവിടെ H കൂടുന്നതിനനുസരിച്ചിട്ട് Bയും കൂടുന്നു. ഓക്കെ, റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ടാൻജൻറ്റ് വരച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് അറിയാനായിട്ട് പറ്റും. അങ്ങനെ നമ്മളത് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് അറിയുന്നത്. നമ്മളിവിടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. ഈ ഒരു കേർവിന് നമ്മളൊരു ടാൻജൻറ്റ് വരച്ച് കൊടുത്താൽ ദെൻ അതായത് ഇനീഷ്യൽ വാല്യൂവിൽ ആ ഒരു കേർവ് എന്ന് കണ്ടിട്ട് ഇത് എന്താണെന്ന് വിചാരിക്കേണ്ട, നമ്മൾ ഇനീഷ്യൽ വാല്യൂവിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ സ്ലോപ്പാണ് എന്ത് μr എന്ന് പറയുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി. ഗ്രാഫിൻ്റെ സ്ലോപ്പാണല്ലോ μr എന്ന് പറയുന്നത്. സോ അതിന് വരുന്ന ചേഞ്ചസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, നൗ ദെൻ അത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ്, ജസ്റ്റ് ഡ്രോ എ ടാൻജൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ബിറ്റ്വീൻ OA. ഓക്കെ, നമുക്ക് OAയിലെ തന്നെ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബിയും എച്ചും മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു കേർവ് എടുക്കുകയാണെങ്കിൽ അതിന് ഇനീഷ്യലി എന്തായിരിക്കും, OA എന്നുള്ള റീജിയൺ എന്ന് പറയുന്നത് നോൺ ലീനിയർ ആയിരിക്കും. കാരണം H കൂടുകയാണെങ്കിൽ Bയും കൂടുന്നു, ആ ഒരു രീതിയിലാണ് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ആ ഒരു വേരിയേഷൻ അറിയാനായിട്ട് പറ്റും. Now, saturation region, the rate of increase of B with respect to increase in H is decreasing. Okay, which simply means that flux density B in the saturation region increases less with H. അതൊന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കണം. അതായത് ഫ്ലക്സ് ഡെൻസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ കൂടും എപ്പം H, അതായത് ഇത് ഫ്ലക്സ് ഡെൻസിറ്റി B ഇൻ ദ സാച്ചുറേഷൻ റീജിയൻ ഇൻക്രീസസ് ലെസ് റാപ്പിഡ്ലി വിത്ത് H കൂടുന്നുണ്ടെങ്കിൽ കൂടി നേരത്തെ കൂടിയ പോലെ O to A നമ്മൾ എടുത്ത സമയത്ത് എന്താണ്, H കൂടുന്നു, അതുകൊണ്ട് ഒപ്പം തന്നെ എന്താണ് Bയും കൂടുന്നുണ്ട്. ബട്ട് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറഞ്ഞെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ്സ് ടു സാച്ചുറേഷൻ, അതിൻ്റെ മാക്സിമം വാല്യൂവിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇനി H കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് കൂടുന്നില്ല, ഫ്ലക്സ് ഡെൻസിറ്റി കൂടുന്നില്ല. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞാലും വളരെ എന്താണ് B എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അതിന് ചേഞ്ച് വരുന്നുള്ളൂ. അതിനുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, സാച്ചുറേഷൻ സോൺ എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഓക്കെ, നൗ അപ്പോൾ നമുക്ക് റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ വി നോ μr ഈസ് ഈക്വൽ ടു B ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു H ആണല്ലോ. അങ്ങനെയും നമുക്ക് എഴുതാം. എങ്ങനെ എഴുതിയത് അത്, വി നോ എന്താണ്, we know mu is equal to that is okay, we know mu r is equal to എന്താണ്, B ഡിവൈഡഡ് ബൈ μ0 ഇൻറ്റു H ആണ്. അതായത് വി നോ mu ഈസ് ഈക്വൽ ടു എന്താണ്, B ബൈ H ആണ്, നമുക്കറിയാം, ഓൾറെഡി അറിയാം. ഓക്കെ, mu എന്നുള്ളതിൻ്റെ ഇക്വേഷൻ μ0 ഇൻറ്റു μr ആണ്, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, mu എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് μ0 ആൻഡ്, അതായത് അബ്സല്യൂട്ട് പെർമിയബിലിറ്റിയുടെയും അതുപോലെ റിലേറ്റീവ് പെർമിയബിലിറ്റിയും പ്രൊഡക്റ്റ് ആണ് എന്ത് പറയുന്നത്, mu എന്ന് പറയുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് mu ഈസ് ഈക്വൽ ടു B ബൈ H. ഓക്കെ, സോ റിലേറ്റീവ് പെർമിയബിലിറ്റി μ0 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഒരു റിലേറ്റീവ് പെർമിയബിലിറ്റി നമ്മളത് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ റിലേറ്റീവ് പെർമിയബിലിറ്റിൻ്റെ ഇക്വേഷനാണിത്. μr ഈസ് ഈക്വൽ ടു B ഓൾറെഡി നമുക്ക് ഗ്രാഫിൽ നിന്ന് കിട്ടുന്നു, ഡിവൈഡഡ് ബൈ μ0 ഈസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ 4 × 10⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. ആൻഡ് വാട്ട് ഈസ് H നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് അറിയുന്ന വാല്യൂ ആണ്. സോ ഇതിന് നമുക്കൊന്ന് മാറ്റി എഴുതിക്കൂടെ, ഈ B ബൈ H എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ കർവ് ഇറ്റ് ഈസ് H ആൻഡ് ദിസ് ഈസ് B. സോ ഇതിൻ്റെ സ്ലോപ്പ് അല്ലേ, അത് ആദ്യം ലീനിയർ ആണ്, ആദ്യം നോൺ ലീനിയർ ആണ്, പിന്നെ ലീനിയർ ആണ്, ഇതിന് സാച്ചുറേഷൻ ആണ്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സ്ലോപ്പ് അല്ലേടോ B ബൈ H എന്ന് പറയുന്നത്. ഓക്കെ, ആ സ്ലോപ്പിനെ നമുക്ക് B ബൈ H എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും, 1/μ0 ഇൻറ്റു സ്ലോപ്പ് എന്ന് എഴുതിക്കൂടെ. 1/μ0 സ്ലോപ്പാണ് എന്ത്, അപ്പോൾ ഈ ഒരു ഗ്രാഫ് വരച്ചിട്ട് സ്ലോപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/μ0 എന്ന് പറഞ്ഞെങ്കിൽ μ0ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. സോ 1/μ0 സ്ലോപ്പാണ് എന്തായിട്ട് കിട്ടുന്നത്, റിലേറ്റീവ് പെർമിയബിലിറ്റി ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെർഫോർ റിലേറ്റീവ് പെർമിയബിലിറ്റി ഡിക്രീസസ് ഇൻ സാച്ചുറേഷൻ റീജിയൻ ആസ് ദ സ്ലോപ്പ് ഓഫ് കർവ്. സോ പെർമിയബിലിറ്റി എച്ചിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാലും പെർമിയബിലിറ്റീൻ്റെ വാല്യൂവിന് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വരുന്നില്ല.
ഓക്കെ, അതാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇനീഷ്യലി എന്തായിരിക്കും, ഇനീഷ്യലി ഇതിൻ്റെ ഓരോ റീജിയണും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനീഷ്യലി 0 to O to A എന്നുള്ള കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എച്ച് കൂടുന്നതിനനുസരിച്ചിട്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് ഓൾസോ ഡെൻസിറ്റി ഈസ് ഓൾസോ ഇൻക്രീസസ്. അത് നോൺ ലീനിയർ മാനറിലാണ്. പിന്നെ വീണ്ടും എന്താണ്, ഒരു ലീനിയർ സോണാണ്. അത് കഴിഞ്ഞിട്ടുള്ള സാച്ചുറേഷൻ സോണിൽ എച്ച് കൂടിക്കഴിഞ്ഞാലും എന്ത് സംഭവിക്കുന്നില്ല, ബിക്ക് വേണ്ടത്ര കാര്യപ്പെട്ട മാറ്റം, അതായത് ഇതിൻ്റെ സ്ലോപ്പാണല്ലോ എന്തെന്ന് പറയുന്നത്, µr എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ചേഞ്ച് സാച്ചുറേറ്റഡ് ആയിരിക്കും അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഡ്യൂറിങ് മാഗ്നറ്റിക് സർക്യൂട്ട് കാൽക്കുലേഷൻസ് ദ വാല്യൂ ഓഫ് µr ആൻഡ് എച്ച് ഷുഡ് കറസ്പോണ്ടിങ് ടു ദ ഫ്ലക്സ് ഡെൻസിറ്റി അണ്ടർ കൺസിഡറേഷൻ. ഓക്കെ, അപ്പം µr ആൻഡ് എച്ച് എന്താണ്, µrൻ്റെ വാല്യൂ ആൻഡ് എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും, വിച്ച് ഇസ് കറസ്പോണ്ടിങ് എത്ര ഏരിയയിലാണുള്ള ഫ്ലക്സ് ഡെൻസിറ്റി ആണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഫോർ ഫ്രീ സ്പേസ് ഓർ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആസ് µ0 ഈസ് കോൺസ്റ്റൻറ്റ്. നമുക്കറിയാം ഒരു നോൺ മാഗ്നറ്റിക്, അത് ഫ്രീ സ്പേസിലെ പ്രത്യേക നോട്ട് ചെയ്യണം. ഫ്രീ സ്പേസ് ആണെങ്കിലും അതുപോലെ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിലും µr എന്തായിരിക്കും, കോൺസ്റ്റൻ്റ്. µ0 എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബട്ട് ഒരു മാഗ്നറ്റൈസിങ് മെറ്റീരിയൽ ആണെങ്കിലായിരിക്കും അതിൻ്റെ µ0 ചേഞ്ച് വരുന്നത്. സോ ദ മാഗ്നറ്റൈസിങ് കർവ് ഷോൾ ബി എ സ്ട്രെയിറ്റ് ലൈൻ. അങ്ങനത്തെ കേസിൽ അപ്പം µr ഒരു നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ എന്തായിരിക്കും ഈ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, താങ്ക് യു.